സോ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ കമൻസ് ആയിട്ടും മെസ്സേജായിട്ടും വന്ന ഒരു ചോദ്യമാണ്, ഏതാണ് ഈ ഒരു കേസ്, അതോടൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പിൾ വാച്ചിൻ്റെ ആ സ്ട്രാപ്പും കേസും ഇതൊക്കെ ഏതാണ്? ഇതിനോടൊപ്പം നമ്മൾ ഐഫോൺ യൂസേഴ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള മറ്റു കുറച്ച് ടൈപ്പ് ഓഫ് കേസസും ആപ്പിൾ വാച്ച് എയർപോഡ് ആക്സസറീസുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ESRൻ്റെ 0 സീരീസിലുള്ള മാക്സേഫ് കേസാണ്. സോ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത, ഞാൻ ഐഫോൺ 16 പ്രോയിൽ പല തരത്തിലുള്ള കേസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിൻ ആയിട്ടുള്ള കേസ് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞാൻ ഈ ഒരു കേസാണ് യൂസ് ചെയ്യുന്നത്. ESRൻ്റെ പല കേസുകളും ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കേസാണ്. ഈ ഒരു കേസിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ നോർമൽ കേസുകൾ പോലെയാണ്, പക്ഷേ ഇതിനൊരു യുണീക്ക് ആക്കുന്നതിൻ്റെ 2 കാര്യങ്ങളെന്ന് പറയുന്നത്, അതിലൊന്ന് ഈ ഒരു മാറ്റ് ഫിനിഷാണ്, ബാക്കിൽ വരുന്ന മാറ്റ് ഫിനിഷ്. 2 ഇതിനൊരു സ്പോർട്ടി ഫീലിംഗ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു മാക്സേഫ് ഡിസൈൻ ഉണ്ടല്ലോ. മാക്സേഫ് നോർമലി നമ്മൾ കാണുന്ന ഒരു മാക്സേഫിന് പകരം ഇതിലൊരു ഗ്രിപ്പുള്ള ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പോർട്ടി ഫീല്, എവിടെയും കാണാത്ത തരത്തിലുള്ള ഫീല് നമുക്ക് ഈ ഒരു കേസിന് വരും. 3 ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത്രയും ലൈറ്റർ കേസ് ആണെങ്കിൽ പോലും ഇതിനൊരു റേസ്ഡ് ആയിട്ടുള്ള ക്യാമറ ബമ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമറ, മൈക്രോഫോൺ, ലൈഡാർ സെൻസർ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു കട്ടൗട്ടും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ലൈറ്റർ കേസാണെന്ന് കരുതി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതിൻ്റെ 4 എഡ്ജസിലും ഈ 4 കോർണേഴ്സിലും നിങ്ങൾക്ക് കാണാം ഒരു TPU മെറ്റീരിയൽ, ഒരു ടഫ് TPU മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എഡ്ജസുകൾ അല്ലെങ്കിൽ കോർണേഴ്സുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ നമ്മുടെ ഡിവൈസ് നമ്മളെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി താഴെ വീണാൽ പോലും, പലതവണ എൻ്റെ കയ്യിൽ നിന്ന് ഈ കേസ് ഇട്ടിട്ട് താഴെ പോയിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് യാതൊരു തരത്തിലുള്ള ഡാമേജോ അല്ലെങ്കിൽ ഇമ്പാക്റ്റോ ഡിവൈസിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോർണർ ഇമ്പാക്റ്റ് പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ബട്ടൺസിൻ്റെ ആ ഒരു കവറിങ്. സോ ഓരോ ബട്ടൺസിനും നമുക്ക് റേസ്ഡ് ആയിട്ടുള്ള ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഫോണിൽ ഒരു കേസ് ഇട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഈ ഒരു കേസ് ഇടുമ്പം ലഭിക്കുന്നില്ല. കാരണം 1 കളർ മാച്ചാണ്, 2 വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കേസാണ്. അതുകൊണ്ട് ഒരു കേസ് ഇട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു ഫീലിംഗും നമുക്ക് ലഭിക്കുന്നില്ല. 2 ESRൻ്റെ ബൂസ്റ്റ് സീരീസിലുള്ള ഫ്ലിക്ക് സ്റ്റാൻഡ് കേസാണ്. ഈ ഒരു ഫ്ലിക്ക് സ്റ്റാൻഡ് കേസ് ഹാർഡ് TPU മെറ്റീരിയലാണ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ റേസ്ഡ് ആയിട്ടുള്ള ഹാർഡ് TPU മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ കേസ് പോലെ അങ്ങനെ ഒരു ഫ്ലിംസി ഫീലിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, അകത്തൊരു മാക്സേഫ് റിങ് കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന ഈ ഒരു മാക്സേഫിൻ്റെ പോലെ നമ്മൾ തോന്നിക്കുന്ന ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റാൻഡാണ്. സോ ഇതിങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡിവൈസ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഈ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെച്ചുകൊണ്ട് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കുത്തി നിർത്തി യൂസ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ സിനിമയൊക്കെ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും നമ്മളെ സഹായിക്കുന്ന ഒരു സ്റ്റാൻഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ESRൻ്റെ ആ ഒരു കേസ് ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. റേസ്ഡ് ആയിട്ടുള്ള ക്യാമറ ബമ്പ്, അതോടൊപ്പം മാക്സേഫ് സപ്പോർട്ട് ഓൾമോസ്റ്റ് എല്ലാ കേസുകൾക്കും ESR പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ബ്രാൻഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. അതോടൊപ്പം വളരെ ടഫായിട്ടുള്ള TPU മെറ്റീരിയൽ ആൻഡ് സൈഡിലും നമുക്ക് ആ മറ്റേ ക്ലിയർ കേസിലും കാണുന്ന പോലത്തെ ഒരു ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ 4 കോർണേഴ്സിലും കൊടുത്തിട്ടുണ്ട്. വളരെ റേസ്ഡ് ആയിട്ടുള്ള ബട്ടൺസുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ ഇതിൽ പ്ലേസ് ചെയ്യുമ്പോൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കും. അടുത്തത് ക്ലൗഡ് സീരീസിൽ വരുന്ന സോഫ്റ്റ് കേസ് ആണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് TPU ക്ലിയർ കേസ് ടൈപ്പ് ആണെങ്കിൽ ഇത് ഒരു സിൽക്കൺ ബേസ്ഡ് ആണ്. പൊതുവേ ഈ ഒരു സിൽക്കൺ കേസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇപ്പം ആപ്പിളിൻ്റെ യൂസ് ചെയ്താൽ പോലും കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകളുടെ യൂസേജ് കഴിയുമ്പം അതിന് അവിടെ ഇവിടെയും വേറെ ടിയർസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സൈഡുകളൊക്കെ പെട്ടെന്ന് ബെൻഡ് ആകുന്ന കാണാൻ സാധിക്കും. വളരെ പെട്ടെന്ന് ഡാമേജ് ആകുന്ന ടൈപ്പ് ഓഫ് കേസുകളാണ് ഈ ഒരു സിൽക്കൺ കേസ്. അതുകൊണ്ട് തന്നെയാണ് പേഴ്സണലി എനിക്കിഷ്ടമില്ലാത്തത്. പക്ഷേ ഈ ഒരു കേസ് വളരെ സ്ട്രോങ് ആണ്. കാരണം ഇതിലും മിലിറ്ററി ഗ്രേഡ് 3x മിലിറ്ററി ഗ്രേഡാണ് ESR പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺസ് എളുപ്പം ആക്സസ് ചെയ്യാൻ ഇവിടെ ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് കേസിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു മാക്സേഫ് ഡിസൈനാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്രിപ്പ് അവിടെ കാണാൻ സാധിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് മാഗ്നറ്റ്സ് ആണ് ESR യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ പ്രൊട്ടക്ഷനാണ്. നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ക്യാമറ ബമ്പ്, ചുറ്റിനുള്ള ക്യാമറ ബമ്പിന് പുറമെ ആ ഒരു ക്യാമറ കേസിങ്ങിനും ഒരു എക്സ്ട്രാ ബമ്പ് കൊടുത്തിട്ടുണ്ട്. ഓരോ ലെൻസുകൾക്കും എക്സ്ട്രാ ബമ്പ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈക്രോഫൈബർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും നമ്മുടെ ഡിവൈസ് സ്ക്രാച്ച് ആകും എന്നുള്ളൊരു പേടി വേണ്ട. ആൻഡ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ അകത്ത് കാണുന്ന ക്യാമറ ഗാർഡ് അത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് സ്വാപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് ക്ലാസിക് സീരീസിൽ വരുന്നതാണ് ഹൈബ്രിഡ് കേസ്. ഈ ഒരു കേസ് നമുക്ക് ലുക്ക് കൊണ്ടും അതിൻ്റെ ഫിനിഷ് കൊണ്ടും ഒക്കെ ബാക്കിയുള്ള നോർമൽ കേസുകളിലെല്ലാം കാണുന്ന പോലത്തെ അതേ ഡിസൈനും സ്ട്രക്ചറും ഒക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരൊറ്റ പ്രത്യേകതയാണ് ഇത്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ക്യാമറ കൺട്രോൾ ബട്ടൺ ഇത് കണ്ടോ, മറ്റുള്ള കേസുകളിൽ നമുക്ക് ഫുള്ളി കവേർഡ് അല്ല.
കാരണം മറ്റുള്ള കേസുകളിൽ നമുക്കിവിടെ ഓപ്പൺ ആണ്, പക്ഷേ ഇവിടെ ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ എന്ന് പറയുന്നത് മേളിൽ, അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പോലെ തന്നെ ഒരു സാഫയർ ക്രിസ്റ്റലാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഞാനിപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്തു, ഇതിലിങ്ങനെ സ്വൈപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതേ ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതേ ആ ഒരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴും ലഭിക്കുന്നുണ്ട്. നോർമൽ കേസുകൾ കഴിഞ്ഞാൽ പിന്നീട് ESR പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രോ സീരീസിനുണ്ട്, അല്ലാതെ നോൺ പ്രോ സീരീസിനുണ്ട്. ഇതിൽ നമുക്ക് 360 പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്. ഇതിൽ ഓപ്പൺ ചെയ്യുമ്പം നമുക്കിത് ഇങ്ങനൊരു സെറ്റായിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ കാണാം, അതോടൊപ്പം കേസും കാണാൻ സാധിക്കും. സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്യാനുള്ള ആ ഒരു മോൾഡാണിത്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇതൊരു അടിപൊളി കേസാണ്, കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രേ ടൈറ്റാനിയം ഐഫോൺ ആയതുകൊണ്ട് തന്നെ അതിന് സിമിലർ ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള കേസാണ് ഞാൻ ഓർഡർ ചെയ്തത്. സോ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലുക്ക് എന്ന് പറയുന്നത്. അടിപൊളി ലുക്കാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിനകത്ത് റീപ്ലേസ്മെൻറ്റ് ബട്ടൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ബട്ടണുകൾ റീപ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ താഴെ കാണുന്ന പോർഷൻ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ ഈ ബട്ടൺസ് വെളി വരും. സോ ഇങ്ങനെ നമുക്ക് ബട്ടൺസ് റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ആ പച്ച ബട്ടൺ ഇതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലുക്ക് തന്നെ മാറും. ഇനി ആപ്പിളിൻ്റെ മറ്റ് ആക്സസറീസിലേക്ക് വരുമ്പം, ആപ്പിൾ എയർപോഡ്സിനുള്ള കേസ്, ESRന് ഡിഫറെൻറ്റ് മോഡൽസിലുള്ള എയർപോർട്ട് കേസുകളുണ്ട്. അതിൽ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് കേസാണ് ഈ ഒരു ആർമർ കേസ്. സോ അത് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ആക്സസറീസ് ലഭിക്കുന്നതാണ്. ഒന്ന്, നമ്മളിപ്പോൾ എന്തെങ്കിലും കേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുഷ് ചെയ്ത് കളയാനുള്ള ഇതുപോലത്തെ ഒരു സ്റ്റഡ്, പിന്നെ ഉള്ളത് നമ്മളുടെ എയർപോർട്ട്സ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ചെറിയ ബ്രഷ്, അതോടൊപ്പം തന്നെ ഒരു ബക്കിൾ. ലുക്കിലും ഡിസൈനിലൊക്കെ കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ളൊരു ലുക്കും ഡിസൈനും ഒക്കെയാണ്. മൊത്തത്തിൽ മാഗ്നറ്റാണ്. ഇനി ഇതൊരു ഹാർഡ് കേസാണ്, TPU പ്രൊട്ടക്ഷനാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷനാണ് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം ഇതിനൊരു ലോക്കുണ്ട്. സോ ലോക്കുള്ളതിൻ്റെ ഒരു ഗുണം, എയർപോർട്ട്സ് താഴെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സംഭവിക്കുന്നൊരു കാര്യം, ഈ ബഡുകൾ തെറിച്ച് പല വഴിക്ക് പോകും. അത് ഒഴിവാക്കാൻ സാധിക്കും ഈ ലോക്കുള്ളത് കൊണ്ട് തന്നെ. സോ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഈ ഒരു ഷീറ്റ് അങ്ങ് റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഇയർബഡ്സിൻ്റെ ടോപ്പിലെ പോർഷൻ അത് അങ്ങോട്ട് അങ്ങനെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളെ കേസ് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുക. കേസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വലിച്ചു പിടിക്കുകയാണെങ്കിൽ നമുക്ക് ലോക്കായിരുന്നോളും. ഇനി ലോക്കായി കഴിയുമ്പം അത് അങ്ങോട്ട് പോകുന്നതായിരിക്കും. സോ ഇത് സ്ലൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമുക്ക് കൃത്യമായിട്ട് ചാർജിങ് LED ഇൻഡിക്കേറ്റർ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ബാക്കിലും മാഗ്നറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 4 സോ മാഗ്സേഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള എന്ത് സംഭവത്തിലും നമുക്കിത് ഇതുപോലെ നമുക്ക് ഇതിങ്ങനെ പിടിച്ചിരുന്നോളും. ധൈര്യമായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ആപ്പിൾ വാച്ച്. സോ നിങ്ങൾ ആപ്പിൾ വാച്ച് അൾട്രാ യൂസേഴ്സാണ്, അല്ലെങ്കിൽ ആപ്പിൾ വാച്ചിൻ്റെ 6, 7, 8, 9, 10 സീരീസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനെല്ലാം ഉള്ള സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സും കേസിങ്ങും ESR പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്പിൾ വാച്ച് അൾട്രയുടെ കേസിങ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ ഉപയോഗിക്കുന്ന സിൽവർ കളർ, അതായത് ഫസ്റ്റ് ജനറേഷൻ ആപ്പിൾ വാച്ച് അൾട്രയാണ്. പക്ഷേ സെക്കൻഡ് ജനറേഷൻ മുതലാണ് നമുക്ക് ബ്ലാക്ക് ആപ്പിൾ വാച്ച് അൾട്ര ഉള്ളത്. സോ അതിനെ റിസംബിൾ ചെയ്യുന്ന, പെട്ടെന്ന് കാണുമ്പം വിചാരിക്കും ഒരു ബ്ലാക്ക് കളർ സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ വാച്ച് അൾട്രയാണെന്ന്. കാരണം അത്ര ക്വാളിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നല്ല സൂപ്പർ ബ്ലാക്ക് കളറിലുള്ള ബ്ലാക്ക് ഫിനിഷിലുള്ള കേസിംഗ് ആണിത്. ഇതിനോടൊപ്പം തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടറും, ഈ ഒരു വാച്ചിനുള്ള സ്ക്രീൻ പ്രൊട്ടക്ടറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ESR പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഐഫോണും ആപ്പിൾ വാച്ച് എയർപോർട്സിനുള്ള കുറച്ച് ആക്സസറീസ്. അപ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇതുപോലത്തെ ഉള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനലും ഇൻസ്റ്റാഗ്രാം പേജും മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next video. Until then, peace.